വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, ഇന്ന് വചനാഗ്നി ശുശ്രൂഷയിൽ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത്, ഈശോ നിങ്ങളെ തൊട്ടാൽ നിങ്ങൾ പുതിയ വ്യക്തിയായിട്ട് മാറും. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളുണ്ടാകും. 2 കൊരിന്തോസ് 5:17 ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ട് വചനം ഗ്രഹിച്ച് ഒരു പുതിയ ജീവിതം നയിക്കാൻ നമുക്ക് ആരംഭിക്കാം. ഒരുപക്ഷെ അനേകം ധ്യാനങ്ങളും വചന പ്രഘോഷണങ്ങളും പ്രസംഗങ്ങളും കേട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരു പുതിയ ജീവിതം എനിക്ക് നയിക്കാൻ ഇടവരുത്തണമേ, ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. ഈശോയുടെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളിൽ ലിദിയായുടെ മാനസാന്തരം എന്നൊരു ഭാഗമുണ്ട്. പൗലോസ് ലീഹ യാത്ര ചെയ്ത് ഫിലിപ്പിയിലേക്ക് പോയപ്പോൾ നഗര കവാടത്തിൻ്റെ പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് പൗലോസ് ലീഹ സംസാരിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രസംഗം കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ പൗലോസ് ലീഗ പറയുന്നത് ഈശോയെക്കുറിച്ചാണ്. ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഈ പറഞ്ഞ വചനം ശ്രവിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഉടനെ അവളും കുടുംബവും മാനസാന്തരപ്പെട്ടു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ, വചനം കേൾക്കാനായിട്ട് ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് സംഭവിക്കുന്നത് അവളും അവളുടെ കുടുംബവും പൂർണ്ണമായിട്ടും മാനസാന്തരപ്പെട്ടു. റോമാലേഖനം 10-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വചനവും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നിങ്ങളെ പുതിയ വ്യക്തിയാക്കി മാറ്റണം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ തിരുവചനം, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം എൻ്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് കർത്താവ് അപ്പസ്തോലന്മാരോട് പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്ക് അത് ഉപമകളിലൂടെയാണ്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, അതാണ് ദൈവികമായിട്ടുള്ള രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും, നഗ്നരായിട്ടുള്ളവരെ ഉടുപ്പിക്കും. ഇതൊക്കെ ഒരു ആത്മീയ രഹസ്യങ്ങളാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇതൊക്കെ സ്വർഗീയമായിട്ടുള്ള രഹസ്യങ്ങളാണ്. അതുകൊണ്ടാണ് നീതിമാന്മാർ പറയുന്നത്, കർത്താവെ, നിന്നെ നഗ്നനായിട്ട് കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ നിന്നെ കാരാഗ്രഹത്തിൽ വെച്ച് കണ്ടിട്ടുള്ളതും എപ്പോൾ, അങ്ങനെ നിന്നെ സഹായിച്ചത് എപ്പോൾ. അത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അത് തിരിച്ചറിയാനായിട്ട് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ഹൃദയം തുറക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും വരികയാണ്, അതായത് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിനക്ക് പൂർണ്ണമായിട്ടുള്ള മാറ്റം വരും. അതാണ് ലിദിയ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ അവളും അവളുടെ കുടുംബവും മാനസാന്തരപ്പെടുകയാണ്.
അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാനുള്ള തീഷ്ണത കൊണ്ട് ജ്വലിച്ച സാവൂൾ ഈശോ അവൻ്റെ ജീവിതത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ തീഷ്ണതയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. ആ തീഷ്ണത ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയല്ല, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ വന്നു കഴിയുമ്പോൾ നിനക്കുള്ള മാറ്റം, നീ ഈശോയിൽ നിന്ന് അകന്ന വ്യക്തിയാണെങ്കിൽ നീ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ദൈവം ഒന്നും അവസാനിപ്പിക്കുകയില്ല. എല്ലാം അവസാനിച്ചെടുത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായം ഏലിയ സറേഫാത്തിൽ വിധവയായ സ്ത്രീയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അവസാനത്തെ അത്താഴത്തിന് വേണ്ടി വിറകുകൾ ശേഖരിക്കുകയാണ്. ആ കലത്തിലുള്ള ഒരു പിടി മാവും എണ്ണയുമുണ്ട്. അതുകൊണ്ട് അവസാനത്തെ അപ്പം ചുട്ട് അവൾ മരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് അന്ത്യ അത്താഴമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തീരാൻ പോവുകയാണ്. അവൾക്കും അവളുടെ മകന് വേണ്ടിയുള്ള അവസാനത്തെ അത്താഴമാണ്. ആ തീർന്ന അവസ്ഥയിൽ ദൈവം ഇടപെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഇടപെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവളുടെ കലത്തിലെ മാവ് തീർന്നില്ല. അതാണ് ദൈവം എല്ലാം തീർന്നു എന്ന സമയത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടും. എല്ലാം അസ്തമിച്ചു എന്ന് മനുഷ്യന് പറയുമ്പോൾ ദൈവദൃഷ്ടിയിൽ ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം തീർന്നു എന്ന് കരുതുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ജായിറോസിൻ്റെ കൊച്ചുമകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ട്. ജായിറോസിനോട് ഭവനത്തിൽ നിന്ന് ആളുകൾ വന്ന് പറയുകയാണ്, ഇനി നിൻ്റെ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, മകൾ മരിച്ചു, പ്രതീക്ഷ അസ്തമിച്ചു. ജായിറോസിനോട് ഈശോ പറയുന്നത് ധൈര്യമായിരിക്കുക. ലോകത്തിന് നിന്നെ ഭയപ്പെടുത്താൻ കഴിയും, ലോകത്തിന് നിന്നെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയും, ലോകത്തിന് നിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്താൻ കഴിയും, എന്നാൽ ദൈവത്തിന് നിന്നെ ശക്തനാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കാണാതെ അവരുടെ ജീവിതം അവസാനിക്കുകയില്ല. അതാണ് ജായിറോസിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് പോകുമ്പോൾ മരണപ്രതീതിയാണ്, മരണത്തിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി. അതാ ഈശോ തൊട്ടപ്പോൾ ജീവിതത്തിന് മുഴുവൻ മാറ്റമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തൊട്ടാൽ നിൻ്റെ ജീവിതത്തിന് എത്രമാത്രം മാറ്റം വരികയാണ്. നിൻ്റെ ജീവിതത്തിന് പൂർണ്ണമായിട്ടുള്ള വിശുദ്ധീകരണം സംഭവിക്കുകയാണ്. എല്ലാം അവസാനിച്ചെടുത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിക്കണം, നീ നയിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഈശോ നിന്നെ തുടരണമെങ്കിൽ, ഈശോ തൊട്ട ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ നയിക്കപ്പെടുന്നത് സ്വന്തം ഇഷ്ടത്താലല്ല, ദൈവഹിതപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം, ഈശോ പത്രോസിനോട് 3 പ്രാവശ്യവും ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറയുകയാണ്, എല്ലാവരേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നു. 18-ാമത്തെ തിരുവചനം, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ തീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് പത്രോസ് ഏത് വിധത്തിലുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. ഈശോ മിശിഹായെ പൂർണ്ണമായിട്ട് പത്രോസ് സ്നേഹിക്കുന്നതിന് അടയാളമാണ് കർത്താവ് ഈശോ മിശിഹ പത്രോസിൻ്റെ അരമുറുക്കി. ഈശോയുടെ ഇഷ്ടപ്രകാരമാണ് പത്രോസ് പിന്നീട് ജീവിക്കുന്നത്. പത്രോസ് നയിക്കുന്നത് ഈശോയുടെ പ്രേരണയാലാണ്. അവൻ്റെ അര കർത്താവ് മുറുക്കി, അവനെ നയിക്കപ്പെടുന്നത് കർത്താവിനാലാണ്. അതാണ് പൗലോസിനെ കർത്താവ് ഏറ്റെടുത്തു. ഫിലിപ്പിയർ സഭയിലേക്കും എഫേസോസിലേക്കും കൊറിന്തോസിലേക്കും ഗലാത്യയിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഓരോ ദിവസവും നയിക്കുകയാണ്. ഓരോ ദിവസവും പീഡനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കപ്പലപകടമാണെങ്കിൽ അടുത്ത ദിവസം ചമ്മട്ടിയടിയാണ്, അല്ലെങ്കിൽ കാരാഗ്രഹവാസമാണ്. ഓരോ ദിവസവും മർദ്ദനങ്ങൾ ഏറിക്കൊണ്ടിരിക്കുമ്പോഴും ധൈര്യം നൽകുന്നത് ഈശോ മിശിഹ പൗലോസിനെ ഏറ്റെടുത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ കർത്താവ് ഈശോ മിശിഹ ഏറ്റെടുത്തു എന്ന തിരിച്ചറിവുണ്ടായാൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ഓരോ ദിവസവും സന്തോഷിക്കും.
ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദമായിട്ട് മാറും. ഈശോ തൊട്ട വ്യക്തിയുടെ അടുത്ത പ്രത്യേകതയാണ്, രണ്ടാമത്തെ പ്രത്യേകതയാണ്, അവൻ പരിശുദ്ധാത്മാവിന് അടിമയാകും, ലോകത്തിൽ നിന്ന് സ്വതന്ത്രയാകും. പരിശുദ്ധാത്മാവിൻ്റെ അടിമയാകും, ലോകത്തിൽ നിന്ന് സ്വതന്ത്രനാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ അടിമയായിട്ട് തീരാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈശോ തൊട്ട് കഴിഞ്ഞാൽ അവൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്നവരാണ്, എല്ലാവരിൽ നിന്നും നന്മ സ്വീകരിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ അംഗീകാരം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോലന്മാർ സ്വീകരിക്കുന്നവരല്ല, കൊടുക്കുന്നവരാണ്. പത്രോസ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരായിട്ട് മാറി. ലോകം മുഴുവനിലേക്കും ശിഷ്യന്മാർ പോകുന്നത് കൊടുക്കുന്നവരായിട്ട്. അവർക്കൊന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അടിമയായാൽ അവൻ കൊടുക്കുന്ന വ്യക്തിയാണ്. അവൻ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കും, അവൻ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കും, അവൻ മറ്റുള്ളവർക്ക് അഭിഷേകം കൊടുക്കും, അവൻ മറ്റുള്ളവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കും, അവൻ്റെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരെ കൃപയിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വാങ്ങിക്കേണ്ടവരല്ല, കൊടുക്കേണ്ടവരാണ്. ഈശോ മിശിഹായെ കൊടുക്കേണ്ടവരാണ്, പരിശുദ്ധാത്മാവിനെ കൊടുക്കേണ്ടവരാണ്, അഭിഷേകം പകർന്നു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് അഭിഷേകം കൊടുക്കുന്നവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അഭിഷേകം കൊടുക്കുമ്പോൾ നിന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നീ കാണും. അതുകൊണ്ട് അഭിഷേകം പൂർണ്ണമായിട്ട് കൊടുക്കുന്നവരാകാം. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും സുന്ദര കവാടത്തിലേക്ക് പോകുമ്പോൾ മുടന്തനായ വ്യക്തി ദേവാലയത്തിൻ്റെ മുമ്പിൽ ഭിക്ഷയാചിക്കുകയാണ്. അവൻ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും നേരെ പാത്രം നീട്ടുമ്പോൾ അവൻ്റെ ആഗ്രഹം ഭൗതികമായിട്ടുള്ള നേർച്ച തുട്ടുകളാണ്, പണമാണ്. അവനെ സൂക്ഷിച്ചു നോക്കിയ പത്രോസ് പറയുകയാണ്, സ്വർണമോ വെള്ളിയോ ഞങ്ങൾക്ക് നൽകാനില്ല, ഞങ്ങൾക്കുള്ളത് നൽകുന്നു. ഞങ്ങൾക്കുള്ളതെന്ന് പറയും, പത്രോസിന് യോഹന്നാനുള്ളത് പരിശുദ്ധാത്മാവാണ്. ഞങ്ങൾക്കുള്ളത് നൽകുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. തൽക്ഷണം മുടന്തൻ എഴുന്നേറ്റ് നടക്കുകയാണ്, ആനന്ദം കൊണ്ട് നിറയുകയാണ്. പത്രോസ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവ് അടയാളമായിട്ട് സൗഖ്യമായിട്ട് മാറുകയാണ്. അതാണ് പോകുന്ന വഴികളിൽ നിഴലിലൂടെ പോലും പത്രോസ് മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നവനായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് അടിമയായി തീർന്നാൽ, ഈശോ നിന്നിൽ പ്രവർത്തിച്ചാൽ നീ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും, അഭിഷേകം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും, അനുഗ്രഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് അഭിഷേകം പകർന്നു കൊടുക്കുന്ന വ്യക്തിയായി ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. എങ്കിലേ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായിട്ട് വർഷിക്കപ്പെടുകയുള്ളൂ. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവിക തീരുമാനങ്ങളെ പോലും മാറ്റാൻ കഴിയും. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഹെസക്കിയ രോഗബാധിതനായി. ആ രോഗബാധിതനാകുമ്പോൾ ദൈവം യേശയ്യായി അവൻ്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. യേശയ്യ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ദൈവിക തീരുമാനങ്ങൾ അവനെ അറിയിക്കുകയാണ്. ആ ദൈവിക തീരുമാനം ഇപ്രകാരമാണ്. യേശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ദൈവത്തിൻ്റെ തീരുമാനവും പദ്ധതിയുമാണ്. ഉടനെ തന്നെ ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? 5-ാമത്തെ വചനം, കർത്താവ് യേശയ്യായ്ക്ക് കർത്താവിന് അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിൻ്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. ആ ഹെസക്കിയായുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ ദൈവ തീരുമാനം പോലും മാറ്റുകയാണ്. ദാവീദിൻ്റെ ദൈവമായ കർത്താവ് പറയുകയാണ്, നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച.
ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവം, ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവം, ആ ദൈവം പരിധിയായിട്ട് നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, ഭഗ്നാശനാകാതെ പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുവാൻ വേണ്ടി കർത്താവ് ഉപമ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ദരിദ്രയായ വിധവ ന്യായാധിപൻ്റെ മുമ്പിൽ എതിരാളികൾക്കെതിരെ നീതി ലഭിക്കുന്നതിന് വേണ്ടി സഹായം ചോദിക്കുകയാണ്. ഈ സംഭവം പറഞ്ഞതിന് ശേഷം കർത്താവ് പറയണം, 7-ാമത്തെ വചനം, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ഈ ന്യായാധിപൻ ഈ ദരിദ്രയായ വിധവയുടെ സഹായ അപേക്ഷ ഒരു ശല്യമായിട്ട് കണ്ടതുകൊണ്ട് അവൾക്ക് നീതി നടത്തി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, അവർ ഹൃദയം പൊട്ടി ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവം അതിന് താമസം വരുത്താതെ തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് വിശ്വസിക്കണം. പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ ഹൃദയം പൊട്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഉടനടി ഇടപെടുമെന്ന് വെളിപ്പെട്ട് കിട്ടുകയാണ്. വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതമായ ശക്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് വീണ്ടും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? ഈ ലോകത്തിലുള്ള പിതാക്കന്മാരെ അപ്പന്മാരെ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിലുള്ള അപ്പന്മാരെ പോലെ അല്ല സ്വർഗസ്ഥനായ പിതാവ്. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചോദിച്ചാൽ ഉടനെ തന്നെ അവർക്ക് എല്ലാമായ പരിശുദ്ധാത്മാവിനെ നൽകും. ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം കൊടുക്കും. ദൈവം കൊടുക്കുന്നവനാണ്, ദൈവം നൽകുന്നവനാണ്. ആ നൽകുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം എല്ലാം നൽകുന്നവനാണ്, ദൈവം എല്ലാവർക്കും കൊടുക്കുന്നവനാണ്. ഈശോ നിൻ്റെ ജീവിതത്തിൽ, അതാണ് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ തൊടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ ശക്തി അവളെ തൊട്ടതാണ്. ഈശോയെ തൊടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 12 വർഷത്തോളമായി പലരുടെ അടുത്തേക്ക് പോയിട്ടും അവളുടെ സ്ഥിതി മോശമാവുകയാണ്. പല ജീവിതങ്ങളിലെയും പ്രത്യേകത മോശപ്പെട്ട അവസ്ഥയിലാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിച്ചാൽ കർത്താവ് നിന്നെ തൊട്ടിരിക്കും. തൽക്ഷണം അത് നിലച്ചു. അതാണ് കാലവിളംബം വരുത്തിയല്ല. അവൾക്ക് തൽക്ഷണം 12 വർഷത്തോളമായിട്ടുള്ള രോഗപീഠയ്ക്ക് തൽക്ഷണം സൗഖ്യം കിട്ടി. ദൈവം തൊട്ടാൽ, ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ആ നിമിഷം മുതൽ നീ പുതിയ വ്യക്തിയായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് കൊളോസ്യർക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പൗലോസ് ലീഹായ്ക്ക് കിട്ടിയ ബോധ്യമാണ്, ഞാൻ ക്രിസ്തുവിൽ പുതിയ വ്യക്തിയാണ്. അതുകൊണ്ട് റോമാലേഖനം 8:35, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ ആപത്തോ നഗ്നതയോ വാളോ ഇവയ്ക്കൊന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മിശിഹ നിന്നെ തൊട്ട് കഴിയുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ഓരോ ദിവസവും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഓരോ ദിവസവും നിനക്ക് വഴി കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ എത്യോപ്യക്കാരനായ ഷണ്ടൻ തേരിലിരുന്ന് ഏശയ്യായുടെ ഗ്രന്ഥം വായിച്ചിട്ട് മനസ്സിലാക്കാതെ വരുമ്പോൾ പീലിപ്പോസ് അവൻ്റെ കൂടത്തിൽ നടക്കുകയാണ്. ആ ഒരു ആത്മാവിനെ അത്രമാത്രം പീലിപ്പോസ് സ്നേഹിക്കുകയാണ്. പീലിപ്പോസ് അവന് ഏശയ്യായുടെ ഗ്രന്ഥം വെളിപ്പെടുത്തി കൊടുത്തു. ഏശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം, നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ, ആ ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. ഏശയ്യായുടെ പുസ്തകം 53:5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവനായിത്തീർന്നു, സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി.
അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഈശോ മിശിഹായെക്കുറിച്ചുള്ള ഈ പ്രബോധനം വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ എത്യോപ്യക്കാരനായ ഷണ്ടൻ മാമോദീസ സ്വീകരിക്കുകയാണ്. അവൻ പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്. നീ ഈശോയെ പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്ന് തിരിച്ചറിവുണ്ടായാൽ, ഓരോ നിമിഷവും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നിനക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമായിട്ട് നിലനിൽക്കും. ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തും. ആ ബോധ്യമുള്ളവർക്ക് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അവർ പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഈശോ തൊട്ട വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവരെ നയിക്കാൻ കർത്താവ് അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് മോശ പറയുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവ്, ഈശോ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവുള്ള വ്യക്തിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളിലും അപകടങ്ങളിലും അടിപതറിയല്ല. കാരണം അവർ ദൈവകരങ്ങളിലാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 27:14, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലനാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഈശോ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും, വിശ്വസിക്കണം. അതാണ് നിൻ്റെ ജീവിതം ഈശോ തൊട്ട് കഴിയുമ്പോൾ ഒരു പുതിയ ജീവിതമായിട്ട് മാറും. ഈശോയെ പൂർണ്ണമായിട്ട് അറിയാനുള്ള ആഗ്രഹം നിന്റെ പുതിയ വ്യക്തി. അതാ സക്കേവൂസിനോട് പറയുന്നത്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നീ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ഒരുപക്ഷെ നിനക്ക് ദൈവരാജ്യത്തിൻ്റെ സന്തോഷം തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. നിനക്ക് സ്വർഗം ഒരു നിധിയായിട്ട് കിട്ടണമെന്നില്ല. നിക്കോദെമോസിനോട് പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. അതായത് ജലത്താലും ആത്മാവിലും, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു വ്യക്തി നയിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ. നീ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നീ സുവിശേഷമായി തീരുക. നിന്റെ ജീവിതം സുവിശേഷമായി കഴിയുമ്പോൾ പുതിയൊരു ജീവിതമാണ്. ദൈവം നിന്നെ ഏറ്റെടുക്കുകയാണ്. നിന്നിലുള്ള കർത്താവ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതാണ് സുവിശേഷമായി തീർന്നാൽ അവനിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. പുതിയൊരു ജീവിതം നയിക്കുക, ഈശോ തൊട്ട വ്യക്തിയായി തീരുക. ഈശോ തൊട്ട വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ച് പരാതി പറയാൻ കാണുകയില്ല. ഈശോ തൊട്ട വ്യക്തിക്ക് ജീവിതത്തിൽ ദൈവം തൊട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അനേക അവസരങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈശോ തൊട്ട വ്യക്തിയാവുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി പ്രഘോഷിക്കുവാൻ, നിനക്ക് വേണ്ടി സാക്ഷി വഹിക്കുവാൻ ഈ പാപിയായ എന്നെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ തൊട്ടാൽ നിങ്ങൾ പുതിയ വ്യക്തിയായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പുതിയ വ്യക്തിയാകാൻ. ഇന്ന് ഈശോ നിങ്ങളെ ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ പഴയ ജീവിതം അങ്ങ് മാറി ആത്മാവിൽ ശക്തി പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പിയർ ലേഖനം 3:20, നമ്മുടെ പൗരത്വം ഭൂമിയിലല്ല സ്വർഗത്തിലാണ്. അവിടെ നിന്ന് രക്ഷകനായ ദൈവത്തെ നമ്മൾ കാത്തിരിക്കുന്നു. ആ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ സമയത്ത് ഇന്ന് വചനം കേട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മേൽ അവിടുത്തെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളും, എല്ലാ അശുദ്ധിയും, കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപജീവിതം ഉപേക്ഷിക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ. എനിക്കത് വിശുദ്ധനാകാനുള്ള ഒരു ആത്മീയ തീക്ഷ്ണത നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടും നിങ്ങൾ കാണും. എസ്തഫാനസിനെ പോലെ ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവം വലതുവശത്തിരിക്കുന്നത് കണ്ടിരിക്കുന്നു. ആ അനുഭവത്തോടുകൂടി കർത്താവെ, ഈ സമയത്ത് സ്വർഗീയമായ അഭിഷേകവും ആനന്ദവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വെളിപ്പെടണമേ എന്ന് ആഗ്രഹിച്ച് ശക്തമായിട്ട് കർത്താവിനെ സ്തുതിച്ചാരാക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതികളുടെ ശക്തിയോടെ, ഉണർവോടെ, അഭിഷേകത്തോടെ ആത്മാവിന്റെ ശക്തി എല്ലാ ഹൃദയങ്ങളിലേക്കും കടന്നു വരട്ടെ. എസെക്കിയേൽ 36:26 ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യവും ശിലാഹൃദയം എടുത്തു മാറ്റി ആത്മീയ അഭിഷേകം നൽകുന്നതിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി